ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രാഷ്ട്രീയപരമായും ആശയപരമായും ഒന്നാണെന്ന് സി.പി.ഐ. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ നൽകേണ്ട സത്യവാങ്മൂലം ഫോം 26-ൽ പോലും ഇരു പാർട്ടിക്കാരും സത്യം മറച്ചുവച്ചതായി അദ്ദേഹം നാദാപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ വരുമാനം മറച്ചുവച്ചു. സത്യം പറയില്ല എന്ന വാശിയിൽ കോൺഗ്രസും ബി.ജെ.പിയും ഒരേ നിലപാടാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സതീശൻ കേരളത്തിലെ എല്ലാവർക്കും അറിയാം, പ്രതിപക്ഷ നേതാവുമാണ്. അദ്ദേഹത്തിന്റെ വാശിയാണ് സത്യം പറയാൻ കൂട്ടാക്കില്ലാത്ത വാശി. അദ്ദേഹം പറയുന്നു, ഞാൻ സത്യം പറയില്ല. എല്ലാം പറയാനുള്ളത് മിനിമം ഒരു 5-6 നുണ പറഞ്ഞില്ലെങ്കിൽ ഉറപ്പമില്ല എന്ന്. ഇത് ശീലമാക്കി അദ്ദേഹം സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന അഫിഡവിറ്റിൽ ഈ പറയുന്ന ഫോം 26-ൽ സത്യം പറയാൻ കൂട്ടുകയാണ്. സതീശന്റെയും ഭാര്യയുടെയും പേരിലുള്ള സ്വർണ്ണാഭരണങ്ങളുടെ കണക്ക് അഫിഡവിറ്റ് കാണുന്നില്ല. എത്രയുണ്ടെങ്കിലും കാണിക്കില്ല. സ്വർണത്തിന്റെ അളവ് ചെറുതാകാൻ വലുതാണ്. ശരി, അത് കൃത്യമായി കാണിക്കണം. അദ്ദേഹം MLA ആണ്, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഈ 2 നിലയ്ക്ക് അദ്ദേഹത്തിന് വരുമാനമുണ്ട്. ആ വരുമാനം അദ്ദേഹം കൃത്യമായി കാണിച്ചു കണക്കിന്റെ ബാക്കിയാണ് അദ്ദേഹം കാണിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് 2 തവണ ഫൈൻ അടിച്ചിട്ടുണ്ട്. ആ ഫൈൻ അതിന് അടച്ചിട്ടില്ല, ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട്. അത് കാണുന്നില്ല അഫിഡവിറ്റ്. അദ്ദേഹം എപ്പോഴും പറയും, ഞാൻ ലോയറാണെന്ന്, ഞാൻ വലിയ വക്കീലാണെന്ന് അദ്ദേഹം എപ്പോഴും പറയും. ആ നിലയിൽ അഭിഭാഷകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് കേസുണ്ടോ, ഉണ്ടെങ്കിൽ ഫീസുണ്ടോ, ഉണ്ടെങ്കിൽ ആ വരുമാനം എത്രയാണ്, അതിനെപ്പറ്റിയും സൈലന്റാണ് ഈ സത്യവാങ്മൂലം. 26 പ്രകാരമുള്ള ഈ അഫിഡവിറ്റ്, ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? അർത്ഥം തന്നെ സത്യവാങ്മൂലം എന്നാണ്. സത്യവാങ്മൂലം വലിയ അർത്ഥമുണ്ട്. താഴെ ഓരോ സ്ഥാനാർത്ഥിയും ഒപ്പിടുന്ന ഓരോ ആളും പറയുന്നത് മേൽ വിവരിച്ച കാര്യങ്ങൾ എന്റെ അറിവിലും ബോധ്യത്തിലും സത്യമാണെന്ന് ഞാൻ ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്നൊരു വാചകമുണ്ട്. അതിന് താഴെ ബന്ധപ്പെട്ട ആൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലുള്ള മേലപ്പാണ് ഈ പറയുന്ന നോട്ടറി പബ്ലിക്കോ അല്ലെങ്കിൽ അഫിഡവിറ്റ് കമ്മീഷണറോ രേഖപ്പെടുത്തുന്നത്. അതെല്ലാം ഒപ്പല്ല കണ്ടേക്കാം. പക്ഷെ 2 തലാഖുകളുടെയും പത്രികയിൽ സത്യം മാത്രമില്ല. പേരതാണ് സത്യവാങ്മൂലം. സത്യമില്ലാത്ത സത്യവാങ്മൂലം, മറച്ചുവെക്കാൻ വേണ്ടിയുള്ള സത്യവാങ്മൂലം, സ്വന്തം വരുമാനത്തെ പറ്റിയുള്ള കാപട്യം കാണിച്ച സത്യവാങ്മൂലം. ഇതിനാണ് LDF എതിർക്കുന്ന 2 പാർട്ടികളുടെയും മുതലാക്കുന്നത്. അതുകൊണ്ട് LDF-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആവർത്തിക്കുന്നു. ഇക്കാര്യത്തിലും കോൺഗ്രസും ബി.ജെ.പിയും ഒന്നാണ്, 2 അല്ല. രാഷ്ട്രീയത്തിൽ ഒന്നാണവർ, അവരുടെ ആശയത്തിൽ ഒന്നാണവർ. അന്ധമായ ഇടതുപക്ഷ വിരോധം സ്വന്തം വഴികാട്ടിയാക്കിയതിലും ഒന്നാണവർ. അവർ ഇതിലും ഒന്നായിരിക്കുന്നു. സത്യവാങ്മൂലത്തിലും സത്യം പറയില്ലെന്ന വാശിയിലും ബി.ജെ.പിയും കോൺഗ്രസും ഒന്നായിരിക്കും. ഇതെല്ലാം ജനം കാണുകയാണ്. ഈ UDF-ന് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ, വെല്ലുവിളിത്തോട് പറയുകയാണ്, കിട്ടിയില്ലെങ്കിൽ ഉറപ്പാണ് ഞാൻ രാഷ്ട്രീയം മതിയാക്കി വനമസത്തിൽ കൊണ്ടുവന്നതും ഇതേ നേതാവാണ്, ഇതേ
സാക്ഷാൽ വി.ഡി. സതീശനാണ് പറഞ്ഞത്. കാരണം എന്താ, അങ്ങനെ കനകോട് പറഞ്ഞുണ്ട്. കനകോട് പറഞ്ഞത്രേ അത്രയും കിട്ടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞതാണ്. സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കുമെന്ന് പറയുന്നതും ഇതേ കനകോലുമാണ്. ആ വാക്ക് പക്ഷെ വഴി കിടന്നു, യഥാർത്ഥമായില്ല. ആരാണെങ്കിലും ശരി സാമാന്യ ബോധം ഉണ്ടെങ്കിൽ അത് പാഠം പഠിക്കും. ഒരു പാഠവും പഠിക്കാതെ നമ്മുടെ ഈ ടീം യൂണിയൻ നായകൻ പറയുകയാണ്, 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ എഴുതി വെച്ചുകൊള്ളുക, ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, ഞാൻ രാഷ്ട്രീയം മതിയാക്കിയിട്ട് വനവസത്തോട് പറയും. അദ്ദേഹം അവിടെ നിന്ന് സത്യം കാണിക്കുമെന്ന്, സത്യം ചെയ്യുമെന്ന്, സത്യം പ്രാവർത്തികമാക്കുമെന്ന് ഞാൻ പറയുന്നു. സാക്ഷാൽ അദ്ദേഹത്തോട്, സതീശനോട് അത് ഇപ്പോൾ തന്നെ കൂടും കുടുക്കയും ഒരുക്കി വയ്ക്കുക, ഭാണ്ഡം മുറുക്കി വയ്ക്കുക. മെയ് മാസം 4-ാം തീയതി ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഭൂരിപക്ഷം LDF-ലായിരിക്കും. UDF വീണ്ടും പൊളിഞ്ഞ് പാഴസാകും. വാക്ക് പാലിക്കുമെങ്കിൽ ആ മാന്യ സുഹൃത്തിന് അപ്പോൾ പോകേണ്ടി വരും ഫലത്തിലേക്ക്. അതുകൊണ്ട് വനവാസത്തിന് വേണ്ടി ഒരുങ്ങുന്ന നേതാവിന്റെ അഫിഡവിറ്റിൽ കാണുന്ന ഈ വീഴ്ചകളൊന്നും അതിശയമല്ല, ഇതെല്ലാം രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ആ രാഷ്ട്രീയമാണ് BJP-യെയും വധിച്ചിരിക്കുന്നത്. ഇല്ല, BJP-യിലേക്ക് ആര് പോയാലും രാഷ്ട്രീയ വഞ്ചനയാണത്, രാഷ്ട്രീയമായിട്ടുള്ള നെറികേടാണ്. ആര് പോയാലും BJP-യിലേക്കോ സ്വന്തം വർഗത്തെ, സ്വന്തം ജനങ്ങളെ, സ്വന്തം പാർട്ടിയെ പുറകിൽ നിന്നും മുമ്പിൽ നിന്നും കുത്തിക്കൊണ്ട് പണത്തിന്റെ ദാഹം കൊണ്ടോ പദവിയുടെ മോഹം കൊണ്ടോ അവന്മാരെ പോകുന്നവർക്ക് ആർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ഇടതുപക്ഷത്തോ സ്ഥാനമുണ്ടാവില്ല. അവരെ ഞങ്ങൾ ഇന്നും നാളെയും വിളിക്കും വഞ്ചകന്മാരും. അന്ന് കൊടുത്ത ഫോം 26 പ്രകാരമുള്ള സ്വത്ത് വിവരത്തിൽ, സത്യവാങ്മൂലത്തിൽ രാജീവ് ചന്ദ്രശേഖർ കാണിച്ച സ്വത്തുക്കൾ പോലും ഇപ്രാവശ്യം അദ്ദേഹം കാണിച്ചിട്ടില്ല. BJP പ്രസിഡന്റ് പലതും മൂടിവെക്കാൻ ശ്രമിക്കുന്നു. സ്വത്തിന്റെ വിവരം മൂടിവെക്കാൻ ശ്രമിക്കുന്ന അതേ വാശിയോടെ അദ്ദേഹം BJP കോൺഗ്രസ് ബന്ധവും മൂടിവെക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് രാഷ്ട്രീയമാണ്, ഞാൻ മൂടിവെക്കും. രണ്ടാമത്തേത് സമ്പത്തിന്റെ വലിപ്പം അവർക്ക് ബോധ്യമാകുന്നുണ്ട്. അത് പുറത്തറിഞ്ഞാൽ അവരുടെ എല്ലാം സോഴ്സ് ഏതാണെന്ന് ജനങ്ങൾ ചോദിക്കും. പുറത്തു പറയാൻ കൊള്ളാത്ത സോഴ്സ് ആയതുകൊണ്ടാകാം അവര് സ്വന്തം സ്വത്ത് വിവരം പോലും മൂടിവെക്കുന്നു. ഇതേപ്പറ്റി ചോദിക്കാൻ അവകാശമുണ്ട് ജനങ്ങൾ. സത്യം ഉണ്ടെങ്കിൽ ഉത്തരം പറയാൻ അവർക്കും ബാധ്യതയുണ്ട്. ആ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. പതിവുള്ള രീതിയിൽ ഇദ്ദേഹം ചെയ്തത്, BJP പ്രസിഡന്റ് ചെയ്തത്, അദ്ദേഹം അതിനെ മുട്ടായി വ്യക്തി കൊണ്ട് ഉത്തരം പറയുകയും ഇത്തരം ഗൗരവമേറിയ വിഷയങ്ങൾക്ക് മറുപടി മുട്ടായി വ്യക്തിയല്ല, സത്യമുള്ള വർത്തമാനങ്ങളാണ്, നേര് പറയലാണ്. BJP ഇത് ചെയ്യുന്നില്ല, അത് പ്രസിഡന്റ് ചെയ്യുന്നില്ല. ആ വിമർശനം LDF ഉന്നയിക്കുന്നു, CPI ഉന്നയിക്കുന്നു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.